السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട PKM സഖാഫി ഉസ്താദ്, അതുപോലെ തന്നെ SYS സംസ്ഥാന സാമൂഹികം സെക്രട്ടറി അബൂബക്കർ മാസ്റ്റർ പടിക്കൽ, വേങ്ങര സോൺ SYS പ്രസിഡന്റ് ഉബൈദുള്ള ഇർഫാനി, മറ്റു ശ്രോതാക്കളെ, കരിപ്പൂരിൻ്റെ ചിറകരിയാൻ അനുവദിക്കുകയില്ല എന്ന ശീർഷകത്തിൽ കേരളത്തിലെ ശക്തമായ യുവജന പ്രസ്ഥാനമായ SYS ശക്തമായ സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ്. മലബാറിൻ്റെ വികസന സങ്കല്പങ്ങൾക്ക് ചിറക് വിരിച്ച മണ്ണാണ് കരിപ്പൂരിൻ്റെ മണ്ണ്. 32 വർഷത്തോളമായി നല്ല രീതിയിൽ പ്രവർത്തിച്ച് പൊതുമേഖലയിൽ സ്തുത്യർഹമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എയർപോർട്ടിനെ തകർക്കാൻ പല കോണുകളിൽ നിന്നും ദുഷ്ടശക്തികൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ SYS ശക്തമായ സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആ ശക്തികൾക്ക് ഊർജം പകരുന്ന രീതിയിൽ നിർഭാഗ്യവശാൽ ഓഗസ്റ്റ് 7-ന് കരിപ്പൂരിൻ്റെ മണ്ണിൽ ചെറിയൊരു അപകടമുണ്ടായി. അത് അവർക്കൊരു വളമായി മാറിയിരിക്കുന്നോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഗൂഢശ്രമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് SYS ശക്തമായ സമരത്തിന് രംഗത്തിറങ്ങി. കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകളിൽ കുടുംബസമരങ്ങൾ നടന്നു. അതുപോലെ കേരളത്തിലെ മുഴുവൻ സർക്കിളുകളിലും നിൽപ്പു സമരങ്ങൾ നടന്നു. സോൺ തലങ്ങളിൽ നടക്കുന്ന സമര സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ സംഗമം അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഉബൈദുള്ള ഇർഫാനി ഉസ്താദ് അവർകളാണ്. ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട PKM സഖാഫി ഉസ്താദ് അവർകളാണ്. സർവാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നത് SYS സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട അബൂബക്കർ മാസ്റ്റർ പടിക്കൽ അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു മുഴുവൻ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്ത് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമസ്ത കേരള സുന്നി യുവജന സംഘം പുതിയ ഒരു സമരരംഗത്താണ് ഉള്ളത്. കരിപ്പൂരിൻ്റെ ചിറകരിയാൻ അനുവദിക്കില്ല എന്ന ശീർഷകത്തിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ തലങ്ങളിലും കുടുംബങ്ങളിലടക്കം സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ യാത്ര എന്നത് വളരെ പ്രധാനമാണ്. യാത്രയ്ക്ക് വഴിതടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് നീക്കം ചെയ്യുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാഹ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്. ഈമാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഭാഗമാണ്. അവിടെ നിന്നാണ് ഈമാനിൻ്റെ ഉയർച്ച തുടങ്ങുന്നത്. ആ നിലയ്ക്ക് ഈ സമരം SYS ഏറ്റെടുത്തിരിക്കുകയാണ്. സമൂഹത്തിന് നന്മകൾ പരമാവധി ചെയ്തു കൊടുക്കുക എന്നതാണ് SYSൻ്റെ നയം. ഈ സമരം ലക്ഷ്യം കാണുന്നത് വരെ തുടരുമെന്ന് ഓർമ്മപ്പെടുത്തി പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിന് വേണ്ടി കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി PKM സഖാഫി ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ച് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ ഉബൈദുള്ള ഇർഫാനി,
SYSൻ്റെ സംസ്ഥാന സെക്രട്ടറി അബൂബക്കർ മാസ്റ്റർ പടിക്കൽ, വേദിയിലുള്ള മറ്റ് സമാദരണീയരായ സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, വിമാനയാത്ര ഇന്ന് മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യരുടെ ഗതാഗത ചരിത്രത്തിൽ കാൽനടയായും പിന്നീട് മൃഗങ്ങളെ ഉപയോഗിച്ചും മറ്റ് ധാരാളം മാർഗങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യൻ്റെ ഗതാഗത ചരിത്രത്തിൽ ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ഗതാഗത സൗകര്യമാണ് വിമാനയാത്രകൾ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് വിമാനം ഉപയോഗിച്ച് സഞ്ചരിക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നില്ല. പിന്നീട് കാലങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തും കൊച്ചിയിലും ചെറിയ രീതിയിലുള്ള എയർപോർട്ട് സംവിധാനം നിലവിൽ വന്നെങ്കിലും മലബാർ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ പോയി വിമാനയാത്ര നടത്തുക എന്നുള്ളത് വലിയ പ്രയാസകരമായിരുന്നു. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ തലത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അന്ന് കേരളത്തിൽ തിരുവനന്തപുരമല്ലാതെ അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു ചെറിയ എയർപോർട്ടല്ലാതെ മറ്റു സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് മലബാറിൻ്റെ വികസനത്തിന് വേണ്ടി എന്ന നിലയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാലിക്കറ്റ് എയർപോർട്ട്, പേരുകൊണ്ട് കോഴിക്കോട് എയർപോർട്ട് എന്നാണെങ്കിലും അത് നിലകൊള്ളുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിലാണ്. അഥവാ മലബാറിൻ്റെ ഹൃദയഭാഗമായി അറിയപ്പെടുന്ന ഈ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വയനാട്ടിലെയും എന്ന് വേണ്ട കാസർഗോഡ് വരെയുമുള്ള മലബാറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിന്നുള്ള ഉത്തര കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം കരിപ്പൂരിനെ ആശ്രയിച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്, കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ കാലോചിതമായ മാറ്റങ്ങൾക്കും വികസനങ്ങൾക്കും വേണ്ടി പിന്നീട് പുതിയ ചില എയർപോർട്ടുകൾ നിലവിൽ വന്നു. യഥാർത്ഥത്തിൽ കരിപ്പൂർ എയർപോർട്ട് വരുന്ന സന്ദർഭത്തിൽ ഇന്ന് നാം കാണുന്നത് പോലെയുള്ള സ്വകാര്യവൽക്കരണം രാജ്യവ്യാപകമായി നടന്നിരുന്ന കാലമായിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് അടക്കം സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനവുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങളും ശക്തമായി എതിർത്തിട്ടും തിരുവനന്തപുരം എയർപോർട്ട് കൂടി സ്വകാര്യ മേഖലയിലേക്ക് കൈമാറാനുള്ള കരാറുണ്ടാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്വകാര്യവൽക്കരണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അജണ്ടയിൽ വരുന്നതിൻ്റെ എത്രയോ മുമ്പായിരുന്നു കരിപ്പൂർ എയർപോർട്ടിൻ്റെ നിർമ്മാണം എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കരിപ്പൂർ എയർപോർട്ട് അത് സ്വകാര്യ പങ്കാളിത്തമില്ലാത്ത ഒരു എയർപോർട്ടായി നിർമ്മിക്കപ്പെട്ടത് എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് ഇവിടെയുള്ള കുത്തകകൾ, വലിയ വലിയ കുത്തകകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും കൈയടക്കുകയും എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും തുറമുഖങ്ങളുമെല്ലാം കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറിയപ്പോൾ ഈ കുത്തകകളുടെ കീഴിൽ നിലവിൽ വന്നിട്ടുള്ള എയർപോർട്ടുകൾക്കും സംവിധാനങ്ങൾക്കും ലാഭം നേടുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെയും അതല്ലെങ്കിൽ പൊതുജനങ്ങളുടെയും ഏറ്റവും വലിയ ആശ്രയകേന്ദ്രമായിരിക്കുന്ന സ്വതന്ത്ര സംവിധാനങ്ങളിൽ അഥവാ ഗവൺമെൻറ് അധിഷ്ഠിതമായ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെ തകർത്ത് കളയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സ്വകാര്യ എയർപോർട്ട് ലോബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരസ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. കരിപ്പൂരിൽ അപകടങ്ങൾ സംഭവിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കരിപ്പൂർ എയർപോർട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ ലോബികൾ നടത്തി വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കരിപ്പൂരിൽ ഹജ്ജ് എംബാർക്കേഷനായി നിശ്ചയിക്കപ്പെട്ടപ്പോഴും ഹജ്ജ് യാത്രകൾ കരിപ്പൂരിൽ നിന്ന് ആരംഭിച്ചപ്പോഴും ഹാജിമാരുടെ സൗകര്യങ്ങളോ മലബാറിലെ പാവപ്പെട്ട ഹാജിമാർ, പ്രായം ചെന്ന ഹാജിമാരുടെയും അജ്മമാരുടെയും യാത്രാ സൗകര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ
കൊച്ചിയിൽ എംബാർക്കേഷൻ കൊണ്ടുവന്നു എന്നതിൻ്റെ പുറമെ കരിപ്പൂരിൽ നിന്നുള്ള യാത്രാ സൗകര്യത്തിന് തടസ്സമുണ്ടാക്കുകയും കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുണ്ടായിരുന്ന ഹജ്ജ് യാത്ര താൽക്കാലികമായി നിഷേധിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായത് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഇത് കരിപ്പൂർ എയർപോർട്ടിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് SYS പോലെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ, മറ്റ് സാമൂഹിക പ്രസ്ഥാനങ്ങൾ സമരരംഗത്തിറങ്ങി ശക്തമായി ശബ്ദിച്ചതിൻ്റെ പേരിൽ അവസാനം ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ കരിപ്പൂരിനെ വീണ്ടും പരിഗണിച്ച് ഹജ്ജ് എംബാർക്കേഷൻ പുനഃസ്ഥാപിക്കുകയും വീണ്ടും ഹാജിമാർ കരിപ്പൂരിൽ നിന്ന് യാത്ര പുറപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോൾ കരിപ്പൂരിൽ നടന്നിട്ടുള്ള ഒരു വിമാനാപകടം നടന്നു എന്നതിൻ്റെ പേരിൽ അവിടെയൊക്കെ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് ദുബൈയിലുള്ള ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലൊന്നായ ദുബായ് എയർപോർട്ട് അടക്കം അടച്ചുപൂട്ടേണ്ടതായിരുന്നു. ദുബൈയിൽ നമുക്കറിയാം, അവിടെ ഒരു വിമാനാപകടമുണ്ടാവുകയും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പോയ ഒരുപാട് ആളുകൾ അപകടത്തിൽപ്പെടുകയും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അവരെല്ലാവരും രക്ഷപ്പെട്ടു. ആ ദുബൈയിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം അതിൽ രക്തസാക്ഷിത്വം വരിച്ച അവസ്ഥയുണ്ടായി. യഥാർത്ഥത്തിൽ അപകടം അവിടെയും ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ദുബൈ എയർപോർട്ട് അടച്ചുപൂട്ടുകയോ അവിടെ വലിയ വിമാനങ്ങൾക്കുള്ള നിഷേധം വരികയോ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്നല്ല എത്രയോ വർഷങ്ങളായി വലിയ വിമാനങ്ങൾ, 400-ലധികം ആളുകൾ യാത്ര ചെയ്യുന്ന വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ നേരത്തെയും ഇറങ്ങിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7-ന് കരിപ്പൂരിൽ ചെറിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വലിയ വിമാനങ്ങൾ അവിടെ സൗകര്യപൂർവ്വം വന്നിറങ്ങുകയും കയറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അപകടത്തിൻ്റെ മറപിടിച്ച് കരിപ്പൂർ എയർപോർട്ടിനെ വീണ്ടും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമവുമായിട്ടാണ് ചില ലോബികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ വിമാനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള യാത്രാനുമതി അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള ശ്രമങ്ങളെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ SYS സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എല്ലാ സമൂഹത്തിൻ്റെയും എല്ലാ വിഭാഗം ആളുകളുടെയും, പ്രത്യേകിച്ച് മലബാറുകാരായ മുഴുവൻ ആളുകളുടെയും, മുഴുവൻ ജനങ്ങളുടെയും എന്നുവേണ്ട നമ്മുടെ സാധാരണക്കാരായ മുഴുവൻ സമൂഹ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും മറ്റെല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും ഈ വിഷയത്തിനുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും മറ്റു വേണ്ടപ്പെട്ടവരും ഈ വിഷയത്തിൽ കണ്ണു തുറന്ന് പ്രവർത്തിച്ച് സൗകര്യപ്രദമായ റൺവേയും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഉണ്ടായിരിക്കെ കരിപ്പൂരിൻ്റെ യാത്രാ അനുമതി നിഷേധിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ വലിയ വിമാനങ്ങൾക്ക് വരാനുള്ള സാഹചര്യങ്ങളെ നിഷേധിക്കുന്ന ഈ കുൽസിതമായ നീക്കത്തിൽ നിന്ന് എല്ലാവരും പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മഹത്തായ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അബാദ്. ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സംഘടനാ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലബാറിൻ്റെ വികസന കവാടം എന്നറിയപ്പെടുന്ന കരിപ്പൂർ എയർപോർട്ട് അഥവാ കോഴിക്കോട് വിമാനത്താവളം വീണ്ടും ചർച്ചകൾക്ക് വിധേയമായിരിക്കുന്നു. 1988 പിറവിയെടുത്ത കാലം മുതൽ പല കാലങ്ങളിലായിട്ട് ഈ എയർപോർട്ട് ജനകീയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. വളരെ കാലമായി, കഴിഞ്ഞ 32 വർഷക്കാലമായി സുദീർഘമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഈ എയർപോർട്ട് എന്തുകൊണ്ടാണ് വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഇടയ്ക്ക് വഴുതി പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന്, അവിടെ വിമാന അപകടങ്ങളുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ആഗസ്റ്റ് 7-ാം തീയതി രാത്രിയിലുണ്ടായ അപകടം, അതിൽ ഏതാനും പേർ മരണപ്പെട്ടു. അവർക്ക് നിത്യശാന്തി നേരുകയാണ്. അപകടത്തിൽ മുറിവേറ്റവരുണ്ട്, കിടപ്പിലായവരുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് രോഗം ഭേദമാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു.
ഈ അപകടത്തെ തുടർന്നാണ് പുതിയ വിവാദം. യഥാർത്ഥത്തിൽ 1988 ഈ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മുതൽ പലപ്പോഴായി വാർത്താമാധ്യമങ്ങളിൽ ഈ എയർപോർട്ട് ചർച്ചയാണ്. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നത്. എയർപോർട്ട് സുരക്ഷിതമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ടേബിൾ ടോപ്പ് വിമാനത്താവളമാണെന്നും ഇത് യാത്ര സുരക്ഷിതമല്ലാത്ത മേഖലയിലാണെന്നും നേരത്തെ തന്നെ പലരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ അപകടം സംഭവിച്ച ഉടനെ വ്യോമയാന മന്ത്രി HS പുരി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, സുരക്ഷാ സംവിധാനങ്ങളിൽ വീഴ്ചയില്ല, വളരെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് കോഴിക്കോട് വിമാനത്താവളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അധികൃതരിൽ നിന്ന് ഉറപ്പായിട്ട് പോലും ആരോപണങ്ങളുമായിട്ട് ചില രംഗത്ത് നിലനിൽക്കുന്നു. കോടതി കയറിയിട്ടുണ്ട് ചിലർ, ഈ വിമാനത്താവളത്തിന് സുരക്ഷിതമല്ലാത്തത് കൊണ്ട് യാത്ര നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പരീക്ഷണ പറക്കലിലല്ല അപകടമുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടായ അപകടം ഒരു പരീക്ഷ പറക്കലിൻ്റെ ഭാഗമല്ല. കഴിഞ്ഞ 32 വർഷക്കാലമായി ഈ വിമാനത്താവളം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിമാനത്താവളം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ അതൊരു ടേബിൾ ടോപ്പ് സംവിധാനത്തോടു കൂടിയാണ് വരുന്നതെന്ന് അറിയാതെ അല്ലല്ലോ അതിൻ്റെ ആരംഭം കുറിച്ചിട്ടുള്ളത്. 2 വൻ മലനിരകൾ, അതിൻ്റെ മുകൾ ഭാഗം ചെത്തി ഇടക്കുള്ള ഭാഗം മണ്ണിട്ട് തൂർത്തുണ്ടാക്കുന്ന ഈ ടേബിൾ ടോപ്പ് വിമാനത്താവളം അതീവമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമായിട്ട് ശേഷമാണ് അത് ഫങ്ഷൻ ചെയ്തിട്ടുള്ളത്. DGCAയും അതേപോലെ തന്നെ ഏവിയേഷൻ അതോറിറ്റിയും വളരെ വ്യക്തമായ പരിശോധനകൾക്ക് ശേഷം പച്ചക്കൊടി കാണിച്ചതിന് ശേഷമല്ലേ ഈ എയർപോർട്ട് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാദഗതിക്ക് അടിസ്ഥാനമില്ല. മറ്റൊന്ന്, ഈ എയർപോർട്ട് ലോകത്തെ ഒരേയൊരു ടേബിൾ ടോപ്പ് വിമാനത്താവളമല്ല. ഇന്ത്യയിൽ തന്നെ ഷിംലയിലും സിക്കിമിലടക്കം 4 ഇടങ്ങളിൽ ഇതേപോലുള്ള വിമാനത്താവളങ്ങൾ നിലവിലുണ്ട്. അത്തരം വിമാനത്താവളങ്ങൾക്കില്ലാത്ത എന്ത് ദോഷമാണ് കരിപ്പൂർ എയർപോർട്ടിനുള്ളത് എന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നവർ പോലും ഉത്തരമില്ലാത്ത കാര്യമാണ്. അതിനേക്കാൾ രസകരമായിട്ടൊരു കാര്യം, സാങ്കേതിക വൈദഗ്ധ്യത്തിൽ ലോകത്ത് തന്നെ നെറുകയിൽ നിൽക്കുന്ന USA-യും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങളിലും ഐക്യനാടുകളിലും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ടേബിൾ ടോപ്പ് വിമാനത്താവളങ്ങൾ എത്രയോ ഉണ്ട്. ആ വിമാനത്താവളങ്ങളിൽ യഥേഷ്ടം സർവീസുകൾ നടത്തുന്നുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ മികവ് പുലർത്തുന്ന അത്തരം വിമാനത്താവളങ്ങൾക്കില്ലാത്ത എന്ത് കുറവാണ് യഥാർത്ഥത്തിൽ കരിപ്പൂർ എയർപോർട്ടിനെ കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നവർക്ക് പറയാനുള്ളത്? അപ്പോൾ അതിൽ യാഥാർത്ഥ്യമില്ല. മറ്റൊരു കാര്യം, ഈ വിമാനത്താവളത്തിൽ ഒരു വർഷം ഏതാണ്ട് 32 ലക്ഷം യാത്രക്കാർ കടന്നു പോകുന്നു. ഇത് ഇന്ത്യയിലെ തന്നെ ഒരു റെക്കോർഡാണ്. അത്ര അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ലാത്തൊരു വിമാനത്താവളത്തിൽ 32 ലക്ഷം യാത്രക്കാരെന്ന് പറയുന്നത് ഒരു റെക്കോർഡ് സംവിധാനമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ലാഭത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് മികച്ച നിലവാരം പുലർത്തുന്നു. ശരാശരി 125 കോടി രൂപ പ്രതിവർഷം ലാഭമുണ്ടാക്കുന്നൊരു വിമാനത്താവളമാണത്. ഇക്കഴിഞ്ഞ 2019-20 വർഷത്തിൽ 132 കോടി ലാഭമുണ്ടാക്കിയൊരു വിമാനത്താവളത്തെ എന്തിനാണ് അതിൻ്റെ ചിറകരിയാൻ ശ്രമിക്കുന്നത്? മാത്രമല്ല, ഒരു ടേബിൾ ടോപ്പ് വിമാനത്താവളത്തിൻ്റെ ഗുണമെന്തെന്ന് കഴിഞ്ഞ 2 വർഷമായി കേരളീയർ നന്നായിട്ട് മനസ്സിലാക്കിയതാണ്. 2 പ്രളയക്കാലം, ആ പ്രളയക്കാലത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടും തിരുവനന്തപുരം എയർപോർട്ടും വെള്ളത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ എല്ലാ സർവീസുകളും നിർത്തിവെച്ചുകൊണ്ട് ആ സർവീസുകൾ ഏറെക്കുറയും കരിപ്പൂരിലേക്ക് മാറ്റി. ഇങ്ങനെ ഒരു ടേബിൾ ടോപ്പ് വിമാനത്താവളം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എത്രയോ ആൾക്കാരുടെ ബിസിനസ് സംവിധാനങ്ങൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അത് കാത്തത് ഈ വിമാനത്താവളമാണ്. ഇതൊക്കെ നഗ്ന സത്യങ്ങളാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് ഇതിൻ്റെ റൺവേയെക്കുറിച്ചാണ്. ഇതിൻ്റെ റൺവേക്ക് വേണ്ടത്ര വലിപ്പമില്ലെന്നും സൗകര്യങ്ങളില്ലെന്നും പറയുന്നവർ
കണക്കുകൾ പരിശോധിക്കണം. നമ്മുടെ തൊട്ടടുത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നല്ല തിരക്കുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വിമാനം ഇറങ്ങുന്ന നമ്മുടെ കൊച്ചിൻ എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടും അതിൻ്റെ റൺവേയും കരിപ്പൂർ എയർപോർട്ടിൻ്റെ റൺവേയും തമ്മിൽ കേവലം 540 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. 540 മീറ്റർ വ്യത്യാസം മാത്രമുള്ളൊരു കരിപ്പൂർ എയർപോർട്ട് യഥാർത്ഥത്തിൽ വലിയ സേവനങ്ങൾ നടത്തുന്ന, സർവീസ് നടത്തുന്ന നെടുമ്പാശ്ശേരിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ആ നിലക്ക് സൂചിപ്പിക്കാൻ സാധ്യമല്ല. മറ്റൊരു കാര്യം കൂടി, റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ ഉണ്ട്. റൺവേയും കഴിഞ്ഞിട്ട് എൻഡ് ഏരിയ. ആ എൻഡ് ഏരിയയിൽ വേണ്ടത്, സേഫ്റ്റി ഏരിയയ്ക്ക് വേണ്ടത് 90 മീറ്ററാണ്. പക്ഷേ കരിപ്പൂർ എയർപോർട്ടിൽ 240 മീറ്റർ ആ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ? ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. നേരത്തെ പലവട്ടം ഇത്തരം സമയം കിട്ടുമ്പോഴൊക്കെയും ഇവിടെ എയർപോർട്ടിലെ സർവീസുകൾക്ക് എണ്ണം കുറക്കാനും നിർത്തിവെക്കാനുമൊക്കെ പല സമയത്തും ശ്രമിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് 2014-15 ശേഷം സംഭവിച്ചത്. ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന 7 എയർപോർട്ടുകൾക്ക് തൊട്ടു പിറകെ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു എയർപോർട്ടായിട്ട് നിൽക്കുമ്പോൾ, റാങ്കിങ്ങിൽ 4.8-ൽ നിൽക്കുമ്പോൾ, അതോടൊപ്പം തന്നെ സർവീസ് ലാഭകരമായി നടത്തുന്ന എല്ലാ തരത്തിലുള്ള സർവീസുകൾ, കാർഗോ, അന്തർദേശീയം, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള സർവീസുകൾ മൊത്തം പരിഗണിക്കുമ്പോൾ 12ാം സ്ഥാനത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ്. മാത്രമല്ല ഇന്ത്യൻ എയർ അതോറിറ്റി നേരിട്ട് നടത്തുന്ന വിമാനത്താവളങ്ങളിൽ ഏറ്റവും മികച്ച 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് റൺവേ വികസനത്തിൻ്റെ പേരിൽ 2014-15 ഒടുവിൽ ഇതിൻ്റെ സർവീസ് നിർത്തിവെക്കുന്നത്. വലിയ വിമാനങ്ങൾക്ക് വൈഡ് ബോഡി വിമാനങ്ങൾ ഇറക്കേണ്ടതില്ല, റൺവേ വികസിപ്പിക്കുന്നു എന്ന പേരിൽ. യഥാർത്ഥത്തിൽ ആ വൈഡ് ബോഡി വിമാനങ്ങൾ ഈ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങാൻ തന്നെ എത്ര സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. 32 ലക്ഷം ജനങ്ങളെ കൂടെ സർവീസ് നടത്തുന്ന ഒരു വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി ഉയർത്തണമെന്നുള്ള മുറവിളി 18 വർഷമാണ് മുഴക്കിയത്. എന്നിട്ടാണ് 2006-ൽ അത്തരമൊരു സംവിധാനത്തിലേക്ക് എയർപോർട്ട് എത്തുന്നത്. അതിനു മുമ്പും അതിന് ശേഷവും വൻ ലാഭത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. അത്തരം വൈഡ് ബോഡി വിമാനങ്ങളെ ഈ വികസനത്തിൻ്റെ പേരിൽ നിർത്തിവെച്ചപ്പോൾ എല്ലാവരും ആശ്വാസം കൊണ്ടു. കാരണം ഇതൊരു ഗുണത്തിന് വേണ്ടിയാണല്ലോ. 9 മാസക്കാലം കൊണ്ട് പറഞ്ഞ സമയത്തിന് 3 മാസം മുമ്പ് തന്നെ മുഴുവൻ റൺവേ വികസനത്തിൻ്റെ സംവിധാനങ്ങളും ഏർപ്പെടുത്തി വളരെ വിപുലീകരിച്ചതിന് ശേഷവും ഈ വൈഡ് ബോഡി വിമാനങ്ങൾ ഇറങ്ങാതെയും, അതോടൊപ്പം തന്നെ നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്ന ചെറിയ മധ്യ വിമാനങ്ങൾക്ക് നടത്തിയിരുന്ന ആ റെസ്ട്രിക്ഷനും അത് ഒഴിവാക്കാതെ അങ്ങനെ തന്നെ തുടരുന്നൊരവസ്ഥ വന്നപ്പോൾ എയർപോർട്ട് അതോറിറ്റിയുമായും മന്ത്രിതലവുമായി ബന്ധപ്പെട്ടപ്പോൾ യാതൊരു മറുപടിയും കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോൾ സമരങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. വിവിധ സംഘടനകൾ, രാഷ്ട്രീയ കക്ഷികൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രതിനിധികൾ എല്ലാവരും ആ രംഗത്തിറങ്ങി. അതിൽ ഏറ്റവും വേറിട്ട സമരമായിരുന്നു SYS നടത്തിയത്. ജനങ്ങളെ ബോധവൽക്കരിച്ചും ഉന്നതങ്ങളിലേക്ക് ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചും അവസാനം 10,000 പങ്കെടുത്ത പടുകൂറ്റൻ റാലി നടത്തിയും ജനശ്രദ്ധയും അധികാരിയുടെ ശ്രദ്ധയും ഈ എയർപോർട്ടിലേക്ക് തിരിച്ചുവിട്ടതിൻ്റെ ഫലം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഡൽഹിയിൽ കൃത്യമായി ഇടപെട്ടതിൻ്റെയും ഈ സംഘടനയും MDF-ഉം ചേർന്ന് ഡൽഹിയിൽ നടത്തിയ മാർച്ചിൻ്റെയും പശ്ചാത്തലത്തിൽ അവസാനം നമുക്ക് എയർപോർട്ടിൽ വൈഡ് ബോഡി വിമാനങ്ങൾ ഇറങ്ങാനുള്ള അനുമതി കിട്ടി. അപ്പോഴും നമ്മളെ വേദനപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. ഈ പ്രദേശത്ത് ഒരു ഹജ്ജ് ഹൗസ് ഉണ്ട് എയർപോർട്ടിൻ്റെ പരിസരത്ത്. മലബാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹജ്ജിനും ഉംറയ്ക്കും ആൾ പോകുന്നത്. അത്രയും ജനങ്ങളെ കൊണ്ട് നിബിഡമായ ഈ ഒരു പ്രദേശത്ത് ഒരു ഹജ്ജ് ഹൗസ് വളരെ അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഹജ്ജ് ചെയർമാനായിരുന്ന AK അബ്ദുൽ ഹമീദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ സംവിധാനം ഒരുക്കിയ ഒരു ഹജ്ജ് ഹൗസ് നിലവിൽ വന്നു. ആ ഹജ്ജ് ഹൗസിൽ ഹജ്ജ് എംബാർക്കേഷൻ്റെ ഭാഗമായി ഹാജിമാർക്ക് വലിയ ആശ്വാസമായിരുന്നു. ഈ വിമാനത്താവളത്തിൻ്റെ റെസ്ട്രിക്ഷൻ നിലവിൽ വന്നപ്പോൾ ഹജ്ജ് ഹൗസ് നിർത്തിവെച്ചു, എംബാർക്കേഷൻ നിർത്തിവെച്ചു. സമരത്തിൻ്റെ ഭാഗമായി തിരിച്ചു കിട്ടിയത് ഭാഗികമായിട്ടാണ്. എങ്കിലും കുഴപ്പമില്ല,
ഭാഗികമായിട്ടെങ്കിലും കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ഹാജിമാർക്ക് ഈ ഹജ്ജ് ഹൗസിന് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലേക്ക് അഞ്ചർ ബാങ്ക് ആശം തിരിച്ചു കിട്ടി. അങ്ങനെ ഒരു സുഗമമായ അന്തരീക്ഷത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ദാരുണമായി ഈ അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ചെയ്തത് അതേപടി ആവർത്തിക്കുകയാണ്. ഇപ്പോഴും ടേബിൾ ടോപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. റൺവേ വീതിയില്ലെന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ സുരക്ഷിതമല്ലെന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ റൺവേയെക്കുറിച്ചുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടേബിൾ ടോപ്പ് സംവിധാനത്തിൻ്റെ നിരർത്ഥകതയും നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥം? ഇതിൻ്റെ പിന്നിൽ ശക്തമായ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഇന്ത്യ രാജ്യത്തെ പ്രവാസികളിൽ 25 ലക്ഷത്തോളം വരുന്ന കേരളീയരിൽ മഹാഭൂരിപക്ഷവും പ്രവാസികളായിട്ടുള്ളത് മലബാറിലാണ്. ഈ മലബാറിലെ പ്രവാസികൾ നേരത്തെ വിമാനമിറങ്ങിയിരുന്നത് ബോംബെയിലായിരുന്നു, മുംബൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ. ആ യാത്രക്കാർ നഷ്ടപ്പെട്ടതിൻ്റെ ജാള്യതയിൽ നിന്ന് തുടങ്ങിയ പകപോക്കൽ ഇപ്പോഴും തുടരുകയാണ്. മറ്റൊന്നുള്ളത്, ഇന്ന് സർക്കാർ എല്ലാം സ്വകാര്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനമായി തിരുവനന്തപുരം വിമാനത്താവളവും അദാനി ഗ്രൂപ്പിന് കൈമാറുന്നു. സ്വകാര്യവൽക്കരിക്കപ്പെട്ട വിമാനത്താവളങ്ങൾക്ക് ലാഭേച്ഛ കൂടുതലാണ്. അവരിത് ഏറ്റെടുക്കുന്നത് ലാഭമുണ്ടാക്കാനാണ്. ഏതെങ്കിലും പൊതുകാര്യ വിഭാഗത്തിലുള്ള പൊതു സർവീസിലുള്ള വിമാനത്താവളങ്ങളുടെ ക്ഷയമാണ്, അതിൻ്റെ ചിറകരിഞ്ഞാലാണ് ഇവർക്കുള്ള ലാഭവിധം കൂട്ടാൻ സാധിക്കുക. അതിൻ്റെ പശ്ചാത്തലത്തിൽ കരിപ്പൂർ എയർപോർട്ട് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, സർക്കാരിൻ്റേതാണ്. അതേസമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, അത് ജനകീയ വിമാനത്താവളമാണ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് നമ്മൾ കണ്ടത്. ഓരോ വിമാനം ഇറങ്ങുമ്പോഴും അതിനെ സ്വീകരിക്കുന്ന ഒരു മനസ്സുണ്ട് കരിപ്പൂരിൽ. അപകടം സംഭവിച്ചപ്പോൾ കൊറോണയുടെ അകൽച്ചയും അതിൻ്റെ രോഗഭീതിയും പേടിക്കാതെ ഓടിയെത്തി ജീവനാണ് വലുതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മതിൽ ചാടി രംഗത്തെത്തി ആ വിമാനം കത്തുന്നതിന് മുമ്പ് ഓരോ ജീവനെയും രക്ഷപ്പെടുത്തുക എന്ന രൂപത്തിൽ എല്ലാ രോഗഭീതി മറന്ന് ചാടിപ്പുറപ്പെട്ടവൻ്റെ മനസ്സുള്ളവരാണ് അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ളത്. ഭൂമി അക്വയർ ചെയ്യുമ്പോൾ ഒരു വിമാനത്താവളം പ്രവാസികൾക്ക് വേണ്ടിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് സ്വമേധയാ ഭൂമി വിട്ടുകൊടുത്തവൻ്റെ മനസ്സുണ്ട് അവിടെ. ആ വിമാനത്താവളത്തെ ചിറകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആലോചിക്കേണ്ടത്, മറ്റുള്ളവർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഒരു ലോബി കളിക്കുന്നു, ആ കളിക്ക് വേണ്ടി നിന്നു കൊടുക്കണോ എന്നുള്ളതാണ്. ഒരിക്കലും ഇത് വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. മറ്റൊന്നുകൂടി ആലോചിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ചുകൂടി ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം നടക്കില്ലായിരുന്നു എന്ന്. എത്ര തരത്തിലുള്ള വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, വിമാനം അപകടത്തിൽപ്പെട്ടത് എന്താണെന്ന് പഠിച്ചിട്ടില്ല. അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത് പരിശോധന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വ്യോമയാന മന്ത്രി സുരക്ഷിതമാണെന്ന് പറഞ്ഞ വിമാനത്താവളത്തിൽ എന്താണ് വിമാന അപകടത്തിന് കാരണമെന്ന് പഠിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ആരാണ് ഈ വിധിയൊക്കെ നിർണ്ണയിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ജനം മനസ്സിലാക്കണം, ജനകീയമായ ശബ്ദം ഉയരേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ശക്തമായ ചില ലോബികളുണ്ട്. SYSനെ സംബന്ധിച്ചിടത്തോളം ഈ സമരമുഖം ഇത് ക്ലിയറാണ്. ഞങ്ങൾ ഇതൊരു ജനകീയ സമരമായിട്ട് കാണുന്നത്. ഇത് രാഷ്ട്രീയ കക്ഷിഭേദമെന്നോ ജാതി ഭേദമോ ഇതിൻ്റെ പിന്നിലില്ല. ഇതൊരു ജനകീയ പ്രക്ഷോഭം. കാരണം എന്താണ്? ഒന്നാമതായി ഈ മലബാറിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടിയ പ്രവാസികൾ, ആ പ്രവാസികളുടെ അവരുടെ വിയർപ്പിൻ്റെ ചോരയുടെ മണമുണ്ട് യഥാർത്ഥത്തിൽ മലബാറിൻ്റെ വികസനത്തിന് പിന്നിൽ. മലബാറിൻ്റെ വികസനം സാധ്യമാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം നമ്മുടെ പ്രവാസികളാണ്. ചെറിയ ശമ്പളത്തിന് ജോലിയെടുത്ത് അവരൊഴുക്കിയ വിയർപ്പിൻ്റെ തുട്ടുകൾ ഈ നാട്ടിലേക്ക് അയച്ചു തന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഭൂമികൾക്ക് ഐശ്വര്യം വന്നത്, ഇവിടെ വീടുകളും കെട്ടിടങ്ങളും ഉണ്ടായത്, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത്. ആ തരത്തിലുണ്ടായ വലിയ വികസനത്തിൻ്റെ ഹേതുക്കളായ പ്രവാസികളുടെ കണ്ണീര് വീഴാൻ പാടില്ല. അവർക്ക് ശക്തമായ പിന്തുണ കൊടുക്കണം. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന തുച്ഛമായ ഒരു ലീവിൻ്റെ പശ്ചാത്തലത്തിൽ 1 മാസം 2 മാസത്തിന് 2-3 കൊല്ലം കഴിഞ്ഞ് മക്കളെ കാണാൻ, വീടരെ കാണാൻ, മാതാപിതാക്കളെ കാണാൻ എത്രയും പെട്ടെന്ന് ഓടിയെത്തുന്നവരെ വീണ്ടും ബോംബെയിലും മദ്രാസിലും മംഗലാപുരത്ത് വിമാനമിറക്കിയിട്ട് അവരെ കട്ടപ്പെടുത്താൻ പാടില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങൾക്ക് പ്രവാസികളെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രവാസികൾക്കൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. ആ പ്രവാസികൾക്ക് വേണ്ടിയുള്ള വിമാനത്താവളം കൃത്യമായിട്ട് അതിൻ്റെ പൂർവ്വ ഐശ്വര്യത്തിലേക്ക് വരണം. മറ്റൊന്നുള്ളത്,
ഈ വിമാനത്താവളം ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗമാണ്. ഇതിൻ്റെ പുറത്ത് ടാക്സി തൊഴിലാളികളുണ്ട്. 2014-15 വിമാനത്താവളം അടച്ചിടുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഐശ്വര്യം അതിനുശേഷം അവർക്ക് തിരിച്ചു കിട്ടിയ സന്ദർഭത്തിലാണ് വീണ്ടും അതിൻ്റെ ചിറകരിയുന്നത്. ടാക്സി തൊഴിലാളികൾ, അതിൻ്റെ എയർപോർട്ടിൻ്റെ പുറത്തുള്ള റോഡിൻ്റെ ഇരുവശത്തുമുള്ള പെട്ടിക്കടകൾ, തട്ടുകടകൾ തുടങ്ങിയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട്. ഈ എയർപോർട്ടുമായി ഉപജീവനം നടത്തുന്ന അവരുടെ വയറ്റത്തടിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ പട്ടിണി കൊണ്ടുവരാൻ ആർക്കാണ് ഇത്ര ധൃതി? അത് പാടില്ലെന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ സംഘടന വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിറങ്ങുന്നത്. മറ്റൊന്ന്, ആർക്കും അറിയാതെ കിടന്നിരുന്ന ഈ മലബാറിൻ്റെ പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടുകൂടി കച്ചവട രംഗത്തിൽ നിന്ന് കിഴക്കോട്ട് മാറി താമസം മാറ്റിയ മലബാറിലെ മാപ്പിള മക്കൾ ഉൾക്കൊള്ളുന്നവരുടെ കാർഷിക ഒരു സംസ്കാരമുണ്ട് ഇവിടെ. അതൊരു ഇബാദത്തായി കാണുന്ന ഒരു കാർഷിക സംസ്കാരം. ആ കാർഷിക സംസ്കാരത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളെ വിദേശ രാജ്യങ്ങളിൽ രുചിയോടെ അവർ നുണയുന്നത് അതിന് കാരണമായത് ഈ എയർപോർട്ടാണ്. അത്തരം കയറ്റുമതിയിലൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, കൃഷിയിടങ്ങൾ സമ്പുഷ്ടമാകുന്നുണ്ട്. ആ ജോലിയും കൃഷിയുമൊക്കെ നഷ്ടപ്പെടുത്തണോ? ഒരിക്കലും പാടില്ലെന്ന് സംഘടന വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ ഒരുപാട് പുരോഗതിയുടെ ഭാഗമായ ആരോഗ്യ കേന്ദ്രങ്ങൾ, കോട്ടക്കൽ ആയുർവേദ കേന്ദ്രമടക്കമുള്ള ആയുർവേദ ചികിത്സയുടെ, ഗുരുക്കന്മാരുടെ മർമ്മ ചികിത്സയുടെ ഒക്കെ പോരിശയും പ്രസിദ്ധിയും ഈ എയർപോർട്ട് മുഖേനയാണ് പുറം ലോകം അറിഞ്ഞത്. എത്രയോ ആശുപത്രികൾ കെട്ടിയെടുക്കപ്പെട്ടിട്ടുണ്ട്, ഹോട്ടലുകളും ലോഡ്ജുകളും സംവിധാനിച്ചിട്ടുണ്ട്. ഇതിന് മുതൽ മുടക്കിയ പ്രവാസികൾ അവരെല്ലാം നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കണോ? അത് പാടില്ല. അവർക്ക് ആ വികസനത്തിൻ്റെ ഗുണം അനുഭവിക്കണം. ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ. മറ്റൊന്നുകൂടി സംഘടന മുന്നിൽ വെക്കുന്ന മറ്റൊന്ന്, ഹജ്ജ്, ഉംറയ്ക്കെങ്കിലും പോയി ആ പുണ്യഭൂമി കാണാൻ ആഗ്രഹിക്കുന്ന അനേകം സഹോദരന്മാർക്ക് ആശ്വാസ കേന്ദ്രമായിരുന്നു വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള എയർപോർട്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ തകർക്കപ്പെടുന്നത് പാടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ എയർപോർട്ടിൻ്റെ പഴയ പ്രതാപത്തെ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ എയർപോർട്ടിന് വേണ്ടിയുള്ള സമരത്തിൽ SYS മുന്നോട്ട് നിൽക്കുന്നത്. ഒരുപാട് പേര് സമരരംഗത്തുണ്ട്. MDF അടക്കമുള്ള നിരവധി സംഘടനകൾ ഇതിൻ്റെ ഞങ്ങൾക്ക് പിന്തുണയായിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണയോടും ആശീർവാദത്തോടും കൂടി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പല ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇമെയിൽ സന്ദേശങ്ങൾ അധികൃതർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് എയർപോർട്ട് പരിസരത്ത് സ്റ്റേറ്റ് ലീഡേഴ്സിൻ്റെ നിൽപ്പ് സമരങ്ങളും, പിന്നെ വീടുകളിൽ നടത്തിയ സമരങ്ങളും, സർക്കിൾ തലത്തിലുള്ള നിൽപ്പ് സമരങ്ങളും ഞങ്ങളിപ്പോൾ 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ള സമരങ്ങൾ മൂർച്ച കൂട്ടി പാതയോര സമരം ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്നു. എല്ലാ സമരങ്ങൾക്കും ഒടുവിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ മെസ്സേജ് ഇന്നലെ മന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ സമരങ്ങൾക്കും ഒടുവിൽ ഈ എയർപോർട്ട് ശരിയായ രൂപത്തിലേക്ക് പഴമയിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് സാധിക്കണം, എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേങ്ങര സോൺ SYSൻ്റെ സമരസംഗമം ഇവിടെ വളരെ ഭംഗിയായി അവസാനിക്കുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള മുസ്ലിം ജമാഅത്തിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ബഹുമാന്യരായ PKM സഖാഫി ഇരിങ്ങല്ലൂർ ഉസ്താദ് അവറുകൾ, അതുപോലെ വിഷയാവതരണം നടത്തിയ SYSൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി M അബൂബക്കർ മാസ്റ്റർ പടിക്കൽ, അധ്യക്ഷത വഹിച്ച സോൺ SYSൻ്റെ പ്രസിഡൻറ്റ് TK ഉബൈദുള്ള ഇർഫാനി അവറുകൾ, അതുപോലെ സംസാരിച്ച ഷംസുദ്ദീൻ, അരവിക്കുട്ടി സാഹിബ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സംഘടനയ്ക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. യൂട്യൂബ് ചാനലിലൂടെ ഈ പരിപാടി ദർശിച്ച മുഴുവൻ ആളുകൾക്കും സംഘടനയുടെ പേരിൽ നമ്മൾ കൃതജ്ഞത അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.